എല്ലാവരും പറഞ്ഞു ഉസ്താദിന്റെ താഴ്മയെ കുറിച്ചും തങ്ങന്മാരോടുള്ള ബഹുമാനത്തിനെ കുറിച്ചൊക്കെ. ഈ ഉള്ളവന്റെ തന്നെ അനുഭവം പറയുമ്പോ 12 വർഷത്തോളം വന്യരായ ഉസ്താദിന്റെ അടുക്കൽ പഠിച്ചു. നന്ദിയിലേക്ക് ബിരുദത്തിന് വേണ്ടി പോകുമ്പോ ഒരു ഒപ്പിന്റെ ആവശ്യമുണ്ട്. റമദാനിൽ അവസാനത്തെ വെള്ളിയാഴ്ച ഉസ്താദ് തൃക്കരിപ്പൂർ ടൗൺ പള്ളിയിലാണ് ഖുതുബയും ദുആവും. അന്ന് ആ ദുആയിന് കൂടെ സംബന്ധിക്കാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒപ്പിന് വേണ്ടി പോയപ്പോ ഉസ്താദ് പറഞ്ഞു, തങ്ങളുടെ ഒപ്പ് കുറച്ച് കഴിഞ്ഞ് വൈകി ഇടാന്ന് പറഞ്ഞു, ജുമാക്ക് ശേഷം ഇടാന്ന് പറഞ്ഞു. ഞാനങ്ങനെ റൂമൊന്ന് പുറത്തിറങ്ങി, ഒരു കാല് പുറത്തും ഒരു കാല് ഉള്ളിലുമാണ്. അപ്പം പറഞ്ഞു, വേണ്ട തങ്ങളെ ഇപ്പം തന്നെ ഞാൻ ഒപ്പിട്ടരാന്ന് പറഞ്ഞു. ഉസ്താദ് ഒപ്പിട്ടു. എന്നിട്ട് ഞാൻ പോവുകയും ചെയ്തു. ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ഉസ്താദിന്റെ ഡ്രൈവർ മുഹമ്മദ് വന്നിട്ട് വിളിച്ചു, തങ്ങളെ ഉസ്താദ് നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കുളിക്കുകയാണ്. അതിന്റെ ശേഷം ഞാൻ വസ്ത്രം മാറിക്കൊണ്ടിരിക്കുമ്പോ വീണ്ടും മുഹമ്മദ് വന്നിട്ട് വിളിക്കുകയാണ്, ഉസ്താദ് പള്ളിയിൽ പോകാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഉസ്താദ് വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വസ്ത്രം മാറുകയാണ്, ഞാൻ ജുമാക്ക് ശേഷം കാണാതെ പറഞ്ഞു. ജുമാക്ക് പള്ളിയിലേക്ക് പോയപ്പോ തൃക്കരിപ്പൂർ ടൗൺ പള്ളിയിൽ മുഅദ്ദിനായിട്ടുള്ള സ്വാബിർ എന്ന് പറഞ്ഞിട്ടൊരു ഹാഫിളാണ്. ഞാനവിടെ പള്ളിയിലേക്ക് എത്തിയപ്പോ ഈ സ്വാബിർ വന്നിട്ട് പറയാണ്, നിങ്ങൾ വന്നിനോ ഉസ്താദ് എന്നോട് നോക്കാൻ വേണ്ടി പറഞ്ഞിനോ? പിന്നെ ബേജാറാകാൻ വേറെടി പോണ്ടല്ലോ. മൂന്നാമത്തെ ചോദ്യമാണ്, പള്ളിയിൽ ഇരിക്കുമ്പോ ഖുതുബക്ക് വേണ്ടി ഇരിക്കുമ്പോ മുഅദ്ദിന് വന്നിട്ട് പറയാൻ, നിങ്ങൾ വന്നിനോ ഉസ്താദ് നോക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഞാനാകെ ബേജാറായി. ജുമുഅ കഴിഞ്ഞു. ഞാൻ ഉസ്താദിന്റെ മുമ്പിൽ നിന്നു. ഉസ്താദ് എന്നെയും കണ്ടു. ഉസ്താദ് ഒന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ ഉസ്താദ് മുമ്പിലത്തെ വണ്ടിയിൽ, ഞാൻ ബേക്കിലത്തെ വണ്ടിയിലും പോയി. അവിടെ ഇറങ്ങിയപ്പോ വീണ്ടും ചോദിച്ചു, തങ്ങൾ എവിടെയെന്ന് ചോദിച്ചു. ആ ചോദ്യം ഞാൻ കേൾക്കുകയും ചെയ്തു. ഉസ്താദിന്റെ അടുക്കലേക്ക് ഞാൻ പോയപ്പോ ഉസ്താദ് എന്നെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഉസ്താദ് പറഞ്ഞ വാക്കാണ്, തങ്ങളെ ഞാൻ വെയ്യ ഒപ്പിടാന്ന് പറഞ്ഞത് എന്റെ കക്കൂസിന് പോകാനുണ്ടായിരുന്നു, തങ്ങളത് പൊരുത്തപ്പെടണമെന്ന്. ഈ 4 തവണ ചോദിച്ചത്. തങ്ങളിങ്ങോട്ട് വിളിക്കുന്നതും എവിടെയാണെന്നും പള്ളിയിലുള്ള മുഅദ്ദിനോട് പോലും തങ്ങൾ വന്നിനോന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞത് ഞാൻ വെയ്യ ഒപ്പിട്ടേരാന്ന് തങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ബാത്റൂമിൽ പോകാനുണ്ടായത് കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്, തങ്ങളത് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ എന്റെ കണ്ണ് വല്ലാതെ നനഞ്ഞു പോയി. ഉസ്താദ് എന്നോടത് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഉസ്താദ് അന്ന് 2000 രൂപന്റെ നോട്ടുള്ള സമയം 2000 രൂപന്റെ ഒരു നോട്ടും തന്നു, ഉസ്താദിന്റെ വസ്ത്രവും തന്നു, ഒരു ഷാളും തന്നു, അത്തറും തന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ ഒപ്പിട്ട് തരാമെന്നുള്ള ഒരു വാക്ക് പറഞ്ഞു. എന്നിട്ട് അപ്പോഴും തന്നെ ഒപ്പിട്ട് തന്നു. ഈ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ 4 തവണയാണ് ചോദിച്ചതും. എന്നിട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, തങ്ങളത് പൊരുത്തപ്പെടണമേ. ഇങ്ങനെ ഇടപെടാൻ ഈ രീതിയിൽ ഉസ്താദിന്റെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഉയർത്തിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് തങ്ങന്മാരോടൊന്നും മാത്രമല്ല, എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. നമ്മൾ അവിടെ പഠിക്കുന്ന സമയത്ത് എന്റെ അനുജന്മാര് 4 വയസ്സും മറ്റൊക്കെ ഉണ്ടാകും. അവര് നമ്മളെ കാണാനോ മറ്റോ അവിടെ വന്നാൽ ഈ 4 വയസ്സുള്ള 3 വയസ്സുള്ള അനുജന്മാരെ തങ്ങന്മാരെ മക്കളെ കാണും ഉസ്താദ് എഴുന്നേറ്റ് നിൽക്കും. നമ്മുടെ സബക്കിലുള്ളപ്പം കണ്ടതാ. ഈ 4ഉം 5ഉം വയസ്സുള്ള കുട്ടികൾ മദ്രസയുടെ ആ ക്ലാസിന്റെ സബക്കിന്റെ മുന്നിലൂടെ പോകുമ്പോ ഉസ്താദ് എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് ചെറിയ മക്കളെ മണങ്ങിയിട്ട് അവരുടെ കൈ പിടിച്ചു മുത്തും. എന്നിട്ട് അവിടെ ഇരുത്തുമായിരുന്നു. എന്നിട്ട് മാത്രമേ ഉസ്താദ് ഇരുന്നിരുന്നുള്ളൂ. 3ഉം 4ഉം വയസ്സുള്ള തങ്ങന്മാരോട് കാണിച്ച ബഹുമാനം. എന്നിട്ട് ഉസ്താദ് ശൈഖുനാ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം, മഹാനുഭാവൻ സയ്യിദന്മാരെ ബഹുമാനിച്ച കാര്യങ്ങളൊക്കെ അങ്ങനെ ഉസ്താദ് പറയും. ഇങ്ങനെ തങ്ങന്മാരോട് മാത്രമല്ല, മുതഅല്ലിമീങ്ങളോട് മാത്രമല്ല, 1ാം ക്ലാസ്സിലെ കുട്ടി വന്നാൽ 1ാം ക്ലാസ്സിലെ കുട്ടിയെക്കാളും താഴെയായിരിക്കും പിന്നെ ഉസ്താദിന്റെ സ്ഥാനം. ഉസ്താദ് ആ നിലക്കാണ് അവരോട് ഇടപെടാറുള്ളത്. നമ്മളൊരിക്കൽ സബക്കിലിരിക്കുമ്പോ